ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. സുസ്വാഗതം. എൻട്രിയുടെ മറ്റൊരു KVS NVS വീഡിയോയുമായി ഞാൻ ശ്രീനിവാസ് പതിവ് പോലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായി പഠിത്തത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. NVS KVS എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ സിലബസിന് നല്ല പ്രാധാന്യം കൊടുത്ത് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ എന്ന് പറഞ്ഞിരുന്നു. ആ സിലബസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും സ്പർശിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു പഠനത്തിൻ്റെയും ആധാരശില എന്ന് പറയുന്നത് സിലബസാണ്. സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ KVS NVS പരീക്ഷയുടെ സിലബസ് എന്താണ് എന്ന് ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. സിലബസ് നമ്മുടെ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജനറൽ ടയർ 1 എക്സാമിനേഷനാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ജനറൽ റീസണിങ് 20 ചോദ്യം 60 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 20 ചോദ്യം 60 മാർക്ക്, ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി 20 ചോദ്യം 60 മാർക്ക്, ജനറൽ നോളജ് 20 ചോദ്യം 60 മാർക്ക്, ലാംഗ്വേജ് കോമ്പീറ്റൻസി ഇംഗ്ലീഷ് 10 ചോദ്യം 30 മാർക്ക്, മോഡേൺ ലാംഗ്വേജ് കോമ്പീറ്റൻസി 1 മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്, ദാറ്റ് ഹിന്ദി ഓർ എനി റീജിയണൽ ലാംഗ്വേജ്, അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ 30 മാർക്ക്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പദ്ധതി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 100 ചോദ്യങ്ങളും 2 മണിക്കൂറും 300 മാർക്കും ആണ് നമ്മൾ പരീക്ഷയിൽ നമ്മളെ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ നെഗറ്റീവ് മാർക്കുണ്ട് എന്ന് നമുക്കറിയാം. 1 മാർക്ക് നെഗറ്റീവ് ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നമ്മുടെ ടാലിയിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് ഓരോന്നും നമുക്ക് ഒന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ആദ്യമായി ഉള്ളത് ജനറൽ റീസണിംഗ് ആണ്. നമ്മുടെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബാങ്ക് ടെസ്റ്റ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് റീസണിംഗ് ചോദ്യങ്ങൾ. അത് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്കതിൽ ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെയും മറ്റ് പേപ്പറുകളൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭ്യമായതെല്ലാം തിരഞ്ഞെടുത്ത് നമ്മുടെ എൻട്രിയുടെ റീസണിംഗ് ഡിവിഷൻ നൽകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. പ്രധാനമായിട്ടും ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവുമാണ് റീസണിങ്ങിൽ അളക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്. നല്ല ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ, വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ബന്ധങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു നേട്ടം നമുക്ക് പ്രദാനം ചെയ്യും. റീസണിംഗ് എന്ന് പറയുന്നത് പല തരത്തിലുമുണ്ട്. ഒരു തരത്തിനാണ് അനലജി എന്ന് പറയുന്നത്. സാമ്യ സ്വഭാവമുള്ള പടങ്ങളാണ് അനലജിയിൽ. 2 പടങ്ങൾ കൊടുക്കുന്നു, അവയ്ക്ക് തമ്മിലൊരു സാമ്യമുണ്ടായിരിക്കും. 3ാമത്തെ പടം കൊടുത്തിട്ട് കഴിയുമ്പോൾ ആ സാമ്യം വെച്ചുകൊണ്ട് നമ്മൾ 4ാമത്തെ പടത്തിനെയും കണ്ടുപിടിക്കണം. അനലജി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, തരംതിരിവുമായി ബന്ധപ്പെട്ടത് വരാം. അതുപോലെ സീരീസ് നമ്പറാകാം, ആൽഫബറ്റാകാം. ഒരു സീരീസ് കൊടുക്കുന്നു, 1, 3, 5 കൊടുക്കുന്നു. നമുക്കറിയാം അടുത്തത് എന്തായിരിക്കണം, 2ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്, 7 ആയിരിക്കും അടുത്തത്. അങ്ങനെ സീരീസുകളുടെ റീസണിങ് ക്വസ്റ്റ്യൻ. ഇത് ലളിതമാണ്, അത്രയും ലളിതമായതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് ഫാദർ മദർ റിലേഷൻസ് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാം. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഒരു കോഡ് ഭാഷ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡീകോഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ ഡയറക്ഷൻസ്, വടക്കോട്ട് പോയി തെക്കോട്ട് പോയി കിഴക്കോട്ട് പോയി അവസാനം നിൽക്കുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ നോൺ വെർബൽ റീസണിങ്, പടങ്ങൾ വെച്ചുകൊണ്ടുള്ള റീസണിങ് വരാം. സിലജിസം എന്ന് പറയുന്ന ടൈപ്പിൽപ്പെട്ടതും വരാം. സിലജിസം മീൻസ് 2 premises വിൽ ബി ഗിവൺ ആൻഡ് യു ഹാവ് ടു റീച്ച് ഇൻ എ കൺക്ലൂഷൻ. അതിനാണ് നമ്മൾ സിലജിസം എന്ന് പറയുന്നത്. 2 പ്രസ്താവനകളിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നതിനാണ് അത് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പൂച്ച എന്ന് പറയുന്നത് ഒരു മൃഗമാകുന്നു. മൃഗങ്ങൾക്കെല്ലാം 4 കാലുകളുണ്ട്. ബയോളജിക്കൽ എക്സെപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മൃഗങ്ങൾക്കെല്ലാം 4 കാലുകളുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നു പൂച്ചയ്ക്കും 4 കാലുകളുണ്ട് എന്ന് എഴുതുന്നു. നമ്മൾ ആ നിഗമനത്തിലെത്തുന്നു. പ്രസ്താവന എന്താ വന്നിരിക്കുന്നത്? പ്രസ്താവന വന്നിരിക്കുന്നത് പൂച്ച ഒരു മൃഗമാകുന്നു, മൃഗങ്ങൾക്ക് 4 കാലുകളുണ്ട്. നമ്മൾ എന്തിനാണ് എത്തിച്ചേരുന്നത്? പൂച്ചയ്ക്കും 4 കാലുകളുണ്ട് എന്ന് എത്തിച്ചേരുന്നു.
അത്തരത്തിൽ 2 പ്രസ്താവനകളിൽ നിന്ന് അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. വെൻ ഡയഗ്രാം വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടാകാം, പ്രോബ്ലം സോൾവിങ് വെച്ചുകൊണ്ടുണ്ടാകാം, അരിത്തമെറ്റിക്കൽ റീസണിങ് വെച്ചുകൊണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഡേറ്റ സഫിഷ്യൻസി, ഓർഡർ ആൻഡ് റാങ്കിങ്, ഒരു ഓർഡറിൽ ക്രമീകരിക്കുക, അങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അടുത്തത് എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ റീസണിങ് ചോദ്യങ്ങളെ നമ്മൾ പല തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ 20 മാർക്കിനുണ്ട്. അവിടെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ. അതാണ് റീസണിങ്ങിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അസംഷൻസ്, കൺക്ലൂഷൻ, ആർഗ്യുമെൻറ്റ്, ലോജിക്കൽ ഡിഡക്ഷൻ, കോസ് ആൻഡ് ഇഫക്റ്റ്, മെട്രിക്സ് ക്ലാസിഫിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ജഡ്ജ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്, ഇതെല്ലാം അതിൻ്റെ വിഭിന്നങ്ങളായ തരങ്ങളാണ് വരുന്നത്. അപ്പോൾ റീസണിങ് എന്ന് പറയുന്നതിനകത്തൊരു വലിയ വെറൈറ്റി ചോദ്യങ്ങൾ ചോദിക്കാം. അനലജി മാത്രമല്ല, പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അവയെല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ തരം, ഒന്നാമത്തെ ടൈപ്പായിരുന്നു റീസണിങ്. രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ മാത്സുകാർക്ക് വേണമെങ്കിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടാം. പക്ഷേ മറ്റുള്ളവരും പ്രാക്ടീസ് കൊണ്ട് അവരുടെ ഒപ്പമോ അല്ലെങ്കിൽ അവരെക്കാളുമോ എത്തും എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്ര ഗഹനമായ ഗണിതശാസ്ത്ര ചിന്തകളൊന്നും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ടയർ 1 എക്സാമിനേഷൻ ഈസ് ആൻ എലിമിനേഷൻ എക്സാമിനേഷൻ, ഇറ്റ് ഈസ് എ സ്ക്രീനിങ് എക്സാമിനേഷൻ, ദാറ്റ് ഓൺലി. അതിനകത്ത് ഇപ്പോൾ 1 വേക്കൻസി ഉണ്ടെങ്കിൽ 10 പേരെ എടുക്കും, 10 വേക്കൻസി ഉണ്ടെങ്കിൽ 100 പേരെ എടുക്കും. 1:10 എന്ന അനുപാതത്തിൽ ഉദ്യോഗാർത്ഥികളെ തരംതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് ടയർ 1 എക്സാമിനേഷൻ. ടയർ 2 നമ്മുടെ സബ്ജക്റ്റ് കോമ്പീറ്റൻസി വിശദമായിട്ട് പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നമ്മൾ നമ്പർ സിസ്റ്റം, LCM, HCF, പെർസെൻറ്റേജ്, റേഷ്യോ പ്രപ്പോർഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, ടൈം ഡിസ്റ്റൻസ്, ടൈം വർക്ക്, ആവറേജ്, മെൻസുറേഷൻ, മെഷർമെൻറ്റുകളെ കുറിക്കുന്നതാണ്. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, അതുപോലെ ബോർഡ് മാസ്. എന്താണ് കുട്ടികളെ ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇത് ചേരുന്നതാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. ഒരു ബ്രാക്കറ്റ് തുറക്കണമെങ്കിൽ ആദ്യമേ ബ്രാക്കറ്റിനെ മാറ്റണം, പിന്നീട് നമ്മൾ ഡിവിഷനിലേക്ക് പോകണം, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകണം, അഡീഷനിലേക്ക് പോകണം, സബ്ട്രാക്ഷനിലേക്ക് പോകണം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മാത്തമാറ്റിക്സ് ആണ്. പ്രധാനമായും 10ാം ക്ലാസ് വരെയുള്ള മാത്തമാറ്റിക്സ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. PGT ലെവലിൽ കുറച്ചുകൂടെ ഹയർ ആയിരിക്കും, കൂടുതൽ കാഠിന്യമുള്ളതായിരിക്കും. TGT അതിനേക്കാളും കാഠിന്യം കുറഞ്ഞതായിരിക്കും. പ്രൈമറി ഏറ്റവും കാഠിന്യം കുറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഡെസിമൽസ്, സിംപ്ലിഫിക്കേഷൻ, ഇതെല്ലാമാണ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരുന്ന ചോദ്യങ്ങൾ. അതും നമുക്കറിയാം, പേന കയ്യിലെടുത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം മക്കളെ. ഒരിക്കലും മാത്സ് വായിച്ചു പഠിക്കാമെന്ന് കരുതുന്നത് നീന്തൽ പുസ്തകം വായിച്ച് നീന്തൽ പഠിക്കുന്നത് പോലെ ബാലിഷ്യമായൊരു കൃത്യമാണ്. കണക്ക് പഠിക്കണമെങ്കിൽ സ്ട്രൈറ്റ് ഇൻ ദ ഫീൽഡ്, പേന എടുത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു 8 മണിക്കൂറെങ്കിലും മാറ്റിവെക്കേണ്ടി വരും. അതിനകത്തെ ടൈമാണ് നമ്മൾ റീസണിങ്ങിനൊരു ഭാഗം, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് മറ്റൊരു ഭാഗം, കമ്പ്യൂട്ടർ ലിറ്ററസിക്ക് ഒരു ഭാഗം, അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ലാംഗ്വേജിന് വേറൊരു ഭാഗം. കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിഗഹനമായ തരത്തിലേക്കൊന്നും പോകുന്നില്ല, അത്യഗാധതകളിലേക്കോ അല്ലെങ്കിൽ ഉത്തുംഗ ശൃംഗങ്ങളിലേക്കോ പോകുന്നില്ല. സാധാരണഗതിയിൽ ആവശ്യമായിരിക്കുന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനം അത് നിങ്ങൾക്കുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. ഇപ്പോൾ തന്നെ ഒരു പഴയ പേപ്പറിൽ ഞാൻ കണ്ടൊരു ചോദ്യം HTTPS കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം HTTP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ HTTPയുടെ കൂടെ S കൂടെ വന്നിട്ടുണ്ട്. എന്താണ് S? എത്ര പേർക്കറിയാം എന്താണ് S എന്ന് പറയുന്നത്? അത് സെക്യൂരിറ്റി എന്ന് പറയുന്നതിൻ്റെ ലെറ്ററാണ് ആ S വന്നിരിക്കുന്നത്. ഒരു ചോദ്യപേപ്പറിൽ കണ്ടിരുന്നു S എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ഞാൻ കണ്ടിരുന്നു. അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻറ്റൽസ്, MS ഓഫീസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഫയൽ ടൈപ്പ്, ഇൻ്റർനെറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസിക്സ്, സ്റ്റോറേജ് ഡിവൈസസ്,
അതെനിക്ക് ഉറപ്പുണ്ട്. കമ്പ്യൂട്ടർ രംഗത്ത്, മൊബൈൽ രംഗത്ത് നിങ്ങളുടെ പാണ്ഡിത്യം എന്ന് പറയുന്നത് അഗാധമായിരിക്കും, വിസ്തൃതമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതൊന്നുകൂടെ തേച്ച് മിനുക്കിയെടുക്കുക. അതുപോലെ ഷോർട്ട് കട്ട് കീസ്, ഒരുപാട് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. നമുക്കറിയാം അബ്രീവിയേഷൻസ്, കമ്പ്യൂട്ടർ ടെർമിനോളജീസ്, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ അതിനകത്ത് നിങ്ങളതെല്ലാം നോക്കണം. നമ്മുടെ പരം കമ്പ്യൂട്ടർ, കപ്പാസിറ്റി കൂടുതലുള്ള കമ്പ്യൂട്ടറുകൾ, GB കൂടുതലുള്ള കമ്പ്യൂട്ടറുകൾ, അതുപോലെ ബബേജ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ പിതാവ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസി നമ്മൾ അതിനുവേണ്ടി കൂടെ സമയം നമ്മൾ കൊടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിനകത്ത് പരീക്ഷയിൽ ആദ്യത്തെ റീസണിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ തന്നെ നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഒന്ന് ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കമ്പ്യൂട്ടർ ബേസിക്സ് കൂടെ പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ലാംഗ്വേജ് കോമ്പീറ്റൻസി ഇംഗ്ലീഷിൽ 10 ചോദ്യങ്ങളും 30 മാർക്കുകളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിൽ പലതരത്തിൽപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ജംബിൾഡ് സെൻറ്റൻസ് എന്നിട്ട് അതിനെ കറക്റ്റ് സെൻറ്റൻസ് ആക്കാൻ ചോദിക്കാം. ഡയറക്റ്റ് വോയിസിനെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ ചോദിക്കാം. ആക്റ്റീവിനെ പാസീവ് ആകാൻ ചോദിക്കാം. പാസീവിനെ ആക്റ്റീവ് ആക്കാൻ ചോദിക്കാം. ഇൻഡയറക്റ്റിനെ ഡയറക്റ്റ് ആക്കാൻ ചോദിക്കാം. പ്രിപ്പോസിഷൻസ് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും സ്ഥിരമായിട്ട് വായിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും സ്ഥിരമായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറയുന്ന പോലെ നമുക്ക് ജനറൽ നോളജും ലഭിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നമ്മുടെ വ്യുൽപ്പത്തി അല്ലെങ്കിൽ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് കൂടുതൽ വർദ്ധിക്കും. ഒരു തെറ്റായ ഇംഗ്ലീഷ് വാചകമാണെങ്കിൽ തെറ്റെന്താണ് എന്ന് അതിൽ നമുക്ക് നമ്മുടെ മനസ്സിലത് മുഴച്ചു നിൽക്കും. ആ തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിന് വേണ്ടിയും നമ്മുടെ ലാംഗ്വേജ് നിങ്ങൾ മലയാളമായിരിക്കും മിക്കവാറും പേരെടുത്തിരിക്കുന്നത്. സന്ധി, സമാസം, തെറ്റ് തിരുത്തുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. 10ാം ക്ലാസ് വരെയുള്ള മലയാളം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മലയാളം എടുത്തിരിക്കുന്നവർ അതിൽ, ഹിന്ദി എടുത്തിരിക്കുന്നവർ അതിൽ തങ്ങളുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക, ഇംഗ്ലീഷിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക. അത് നമ്മുടെ നോട്ട്സും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാളം പത്രങ്ങളും കൂടി വായിക്കണം. അത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. ജനറൽ നോളജും കിട്ടും, നിങ്ങളുടെ ഭാഷ വർദ്ധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണ്. ഒരു കാര്യം ഞാൻ കണ്ടത്, ഹാവ് യു ടേക്കൺ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒന്ന് കൊടുത്തിരിക്കുകയാണ്. ഹാവ് യു ടേക്കൺ ദ ബ്രേക്ക്ഫാസ്റ്റ്. ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം കൊടുക്കേണ്ട പങ്ക്ച്വേഷൻ മാർക്ക് ഏതാണ് എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം കൊടുക്കേണ്ട പങ്ക്ച്വേഷൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ ഇൻറ്ററോഗേഷൻ മാർക്ക് ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മലയാളത്തിൽ ഇതുപോലെ തെറ്റുകൾ തിരുത്താനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ ലഘുവായ ഗ്രാമർ ചോദ്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ എൻട്രിയുടെ നോട്ടുകളും ക്ലാസ്സുകളും മാത്രമല്ല, പത്രപാരായണം കൂടെ ഒരു മാധ്യമമായി, പത്രപാരായണം കൂടി അഭിലഷണീയമായൊരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ജനറൽ നോളജ് ആണ്. ഒരു കാര്യം നേരത്തെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി, ക്ഷമിക്കുക. ജനറൽ നോളജ് എന്ന് പറയുന്നതും നമ്മൾ നന്നായിട്ട് പരിശീലിക്കണം. പ്രത്യേകിച്ചും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, NEP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം മനസ്സിലിരിക്കണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പത്രങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് പഠിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിനകത്തുള്ളത്, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ച് പറയുന്നു. അതുപോലെ എലിജിബിലിറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഡിസംബർ 4 നാളെയാണ് നമ്മുടെ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 4-നകം നിങ്ങൾക്ക് എല്ലാ ക്വാളിഫിക്കേഷനുകളും റെഡി ആയിരിക്കണം, എല്ലാ എക്സ്പീരിയൻസുകളും റെഡി ആയിരിക്കണം, എല്ലാ സർട്ടിഫിക്കറ്റുകളും ഡിസംബർ 4-ന് മുമ്പ് പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. ഡിസംബർ 4 കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഡിസംബർ 4-നുള്ളിൽ കിട്ടുന്ന രീതിയിൽ വേണം ക്വാളിഫിക്കേഷൻ. നെഗറ്റീവ് മാർക്കിങ്, 1 മാർക്ക് നെഗറ്റീവ് മാർക്കുണ്ട് ഓരോ ചോദ്യത്തിനും, ഓരോ തെറ്റായ ഉത്തരത്തിനും എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് വൈൽഡ് ഗസ്സിങ്ങിലേക്ക് പോകാതിരിക്കുക. ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
പിന്നെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു, ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. PGT നമുക്കറിയാം 50% മാർക്കോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷനും 50% മാർക്കോടുകൂടി BEഡുമാണ് ആവശ്യം. TGT ആണെങ്കിൽ 50% മാർക്കോടുകൂടി ആ സബ്ജക്റ്റ് കോമ്പിനേഷനും 50% മാർക്കോടുകൂടി BEഡുമാണ് ആവശ്യമുള്ളത്. അതിൻ്റെ കൂടെ TGTകൾ CTET 2 പേപ്പർ കൂടെ പാസ്സായിരിക്കണം. പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അവർക്ക് വേണ്ടത് സീനിയർ സെക്കൻഡറിയും ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ 2 ഇയർ കോഴ്സുമാണ്. 50% അതിന് വേണ്ടത്. അവർ CTET പേപ്പർ 1 കൂടി പ്രൈമറി ടീച്ചർക്ക് ഉണ്ടായിരിക്കണം എന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെയാണ് ഇത് ജനറലായിട്ട് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞതാണ്. അത് ആ ക്വാളിഫിക്കേഷനുകൾ, അതുപോലെ നിങ്ങൾ ക്രീമി ലെയർ ആണെങ്കിൽ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ റിസർവേഷൻ ആണെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ ഡിസംബർ 4 മുമ്പ് പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ നിങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഡിസംബർ 4 നമ്മൾ അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ ദിവസം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഒരു കുട്ടി പറഞ്ഞു, സാർ ഞാൻ PGT MSc ഫിസിക്സ് ആണ്, എനിക്ക് CTET 2 എന്ന് പറയുന്നതുകൊണ്ട് TGT സയൻസിന് എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അപേക്ഷിക്കാൻ പറ്റില്ല. PGT ഫിസിക്സ് കിട്ടുന്ന കുട്ടിക്ക് ഗ്രാജുവേഷൻ ലെവലിൽ ആ TGT സയൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നിങ്ങൾ കാണുന്ന അനോമലികളൊക്കെ kvsangathan.nic.in എന്നതിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത ബാച്ചുകാർക്കെങ്കിലും സഹായകരമായി തീരും എന്ന് പ്രതീക്ഷിക്കാം. kvsangathan.nic.in എന്ന് പറയുന്നത് ഒരു ആപ്തവാക്യം പോലെ നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായി കിടപ്പുണ്ട് എന്ന് എനിക്കറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തുക. ഓർക്കുക, ദിവസം വളരെ പരിമിതമാണ്. ഏകാഗ്രതയോടുകൂടി അച്ചടക്കത്തോടു കൂടിയുള്ള പഠിത്തം നമ്മൾ എന്തായാലും ശരി വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങളെല്ലാവരും ടയർ 1 പരീക്ഷ കഴിഞ്ഞ് വിജയത്തിൻ്റെ മൃദുമന്ദഹാസത്തോടുകൂടി ടയർ 2 ക്ലാസ്സിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജഗദീശ്വരൻ നിങ്ങളെ അതിന് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി.